എന്റെ പേര് സരിത സതീഷ്. സതീഷ് സാറ് വളരെ വ്യക്തമായിട്ട് അല്ലെ എന്നെ കുറിച്ച് പറഞ്ഞു. അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഈ ഫസ്റ്റ് ടൈം ഈ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നത് ഹസ്ബൻഡിനാണ്. പക്ഷെ ഇതിന്റെ സാധ്യത ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വളരെ അധികം സപ്പോർട്ടീവായിട്ട് എന്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ എന്റെ ഒപ്പം ചേർന്ന് ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കൺസെപ്റ്റിലാണല്ലേ നമ്മളെ വെൽക്കം ചെയ്യാൻ നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ നമ്മളെ വെൽക്കം ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുക അല്ലെ. അപ്പൊ സോ ഹാപ്പി. അപ്പൊ കുറേ അധികം പേര് ക്യാമറ എന്ത് കാര്യങ്ങളൊക്കെയാണ് നാളേക്ക് ഉള്ളതെന്ന് നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു സമയമുണ്ട് അല്ലെ, ആലോചിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോ എന്ത് കാര്യമാണെങ്കിലും മോർണിംഗ് കിട്ടുന്ന ഈ ഒരു വൈബ് 7 AM എന്ന് പറയുന്നത് ഒരു ബൂസ്റ്റർ ആണ് നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം വളരെ മനോഹരമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്രെയിനിങ് സെഷനാണ് 7 AM ക്ലബ് എന്ന് പറയുന്നത്. അപ്പോ അതിലുപരി ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സതീഷ് സാർ ഹസ്ബൻഡ് ആണ്. അപ്പോ അദ്ദേഹം എന്നെ വെൽക്കം ചെയ്യാന്നുള്ളത് അല്ലെ. അപ്പോ സോ പ്രൗഡ് ഓഫ് യു. ഫിജിക്കാട്ടിനും ബോബി സാറിനും ഒക്കെ നന്ദി പറയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത് ഒരുപാട് പോയിന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ വൈൻഡപ്പ് ചെയ്യും. അപ്പോ ഇന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെ, പുതുതായി ജോയിൻ ചെയ്ത കുറച്ച് പേരുണ്ടാവും അല്ലെ, ഇന്നലെ ഐഡിയ അടിച്ച ആളുകൾ ചിലപ്പോൾ ഇന്ന് 7 AM കയറിയിട്ടുണ്ടാവും. ഇതെന്താ ഒരു ട്രെയിനിങ് സെഷൻ, ഇത് എന്തിനെ കുറിച്ചാ പറയാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. ഇപ്പം ഒരു അടിസ്ഥാനപരമായിട്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് വേണം, നമുക്ക് ട്രെയിനിങ് വേണം ആണല്ലോ അല്ലെ. ഇപ്പൊ ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട്, ആ ജോലിയിൽ ഞാൻ പോയിട്ട് നല്ലപോലെ എക്സ്പീരിയൻസ് ആവണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ട്രെയിനിങ് വേണം അല്ലെ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് സെഷനുകൾക്ക് നമുക്ക് ക്യാഷ് കൊടുക്കണ്ട എന്നുള്ളതാണ് അല്ലെ. ഇപ്പം നമ്മുടെ മോനെ അല്ലെങ്കിൽ മോളെ നമ്മളൊരു നഴ്സിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ ട്രെയിനിങ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് പഠിക്കാനോ നമ്മൾ ലക്ഷങ്ങൾ ചെലവാക്കും ആണല്ലോ. അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അവിടെ ട്രെയിനിങ് വെക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി എണീറ്റ് പോയി അല്ലെങ്കിൽ രാവിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ആ ട്രെയിനിങ്ങിന് പോയി വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് നമ്മൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം അല്ലെ. ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമയത്തിനനുസരിച്ച് അല്ലെ, നമ്മളിപ്പോ രാവിലെ കിച്ചണിൽ തിരക്കായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, മക്കള് സ്കൂളിൽ പോകുന്നുണ്ടാവും അല്ലെ, ഒക്കെ ചെയ്യുന്നുണ്ടാവും, രാവിലത്തെ വർക്കിന് പോണ ആളുകൾ ഉണ്ടാവും അല്ലെ. കുറെ ആളുകള് ഗോപി സാറ് ഡ്രൈവറാണ്, ആള് ഡ്രൈവിംഗ് മേഖലയാണ്. എന്നിരുന്നാലും ക്യാമറ ഒക്കെ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് പേരെ കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ ജെം മാം ഉണ്ട്, അതേപോലെ ബീന മാം, ധനവതി മാം, അങ്ങനെ ഒരുപാട് പേര്, ജോസഫ് സാർ ഉണ്ട്, ജയ മാഡം ഉണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് പുതിയ വന്ന ആളുകൾക്ക് വേണ്ടി പറയുകയാണെ. അപ്പം ഇപ്പം ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ വന്നു അല്ലെ. വന്ന ഉടനെ ചിലപ്പോൾ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് എനിക്ക് പെട്ടെന്ന് അച്ചീവർ ആവണം എന്ന് പറഞ്ഞിട്ട് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ഒരു അച്ചീവ്മെന്റ് എത്താതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിചാരിച്ച മാതിരി പ്ലാൻ കൊടുത്തത് സക്സസ് ആവാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും അല്ലെ. അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റണതല്ല അല്ലെ, അത് ലക്കുള്ളവർക്കേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഇതിലുള്ള ആളുകൾ വേണം, നന്നായി സംസാരിക്കുന്നവർക്ക് ഇത് പറ്റുള്ളൂ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊന്നും അല്ല, നമ്മുടെ ഇവിടെ ഇരിക്കേണ്ട ഒരു സംഭവം ഉണ്ട്, മൈൻഡ് സെറ്റ് അല്ലെ. ഈ ഒരു മൈൻഡ് സെറ്റിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല, വിജയിക്കുന്നത് വരെ ഞാൻ തുടർന്ന് പോകുന്നുള്ളത്. ഓക്കെ. അപ്പൊ ഞാനൊരു 8 പോയിന്റ് ഉണ്ട്, അത് ഞാൻ ഓരോന്നായിട്ട് പറയാം. സ്ക്രീനിലുള്ള ആളുകളൊക്കെ അവരെന്തായാലും ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് അറിയാം. എന്നിരുന്നാൽ പോലും അതിന്റെ പുറകിലിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് സ്ക്രീനിലോട്ട് ഞാൻ പറയുന്ന സമയത്ത് മാത്രം ഒന്ന് നോക്കുക കേട്ടോ. കാരണം ഇന്ന് കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് ഭാവിയിൽ ഉപകാരമാവും എന്ന് പറയാറില്ലേ. എനിക്ക് അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സതീഷ് സാർ ഓടി കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ. എനിക്ക് സംഭവം അറിയുന്നില്ല. സക്സസ് ഡിമാൻഡ്സ് 8 തിങ്സ് അല്ലെ. ഒരു 8 കാര്യങ്ങൾ സക്സസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ആണ്. മനസ്സിലാവണം. ഈ ഹാർഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, വിൽ നെവർ ബെററ്റ് യു. അതായത് ഇപ്പൊ ഒരു വ്യക്തി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ.
ആ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് എവിടെ കിട്ടും? നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം കിട്ടും. ആണല്ലോ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഫുട്ബോൾ കളിയുടെ തിരക്കിലാണ് അല്ലെ? ഫുട്ബോളിന്റെ എന്താ പറയാ ആവേശത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ CR7ന്റെ ഫാനാണ്. അപ്പോ ഇപ്പൊ റൊണാൾഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. ഫുട്ബോളിനെ പാഷനായി കണ്ട് അല്ലെങ്കിൽ ഫുട്ബോളിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ വേറെ കളിക്കാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അർജന്റീനയും ബ്രസീലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. എന്നിരുന്നാലും ഞാൻ എന്റെ ഫേവറേറ്റ് എന്നുള്ളത് കൊണ്ട് പറയാണ് കേട്ടോ. അദ്ദേഹത്തിന് എനിക്ക് പ്രത്യേക ഒരു ആദരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബഹുമാനമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക സാധാരണ ഫാമിലിയിൽ നിന്ന് ജനിച്ചു വന്നൊരു വ്യക്തി ഫുട്ബോളിന് ഇഷ്ടപ്പെട്ട് അല്ലെ, അമ്മ മകന്റെ എന്താ പറയുക കഴിവ് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്ത് എല്ലാമായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇന്നും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബോഡി എന്ന് പറയുന്നത് ഇപ്പോ 40 വയസ്സ് 41 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി 25 വയസ്സുകാരുടെ എനർജിയാണ് അദ്ദേഹത്തിൽ നിന്ന് കാണുന്നത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് വരെ പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയാ പാഷനായി കാണുന്ന അല്ലെങ്കിൽ ലൈഫിൽ അച്ചീവ്മെന്റ് എത്തണം എന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളിവിടെ എന്താണ് ഫിജിക്കാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിനൊരു എന്താ പറയാ സക്സസിന് വേണ്ട ഒരു ഫസ്റ്റ് ചവിട്ടുപടി എന്ന് പറയുന്നത് നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇപ്പൊ കുറെ പേര് പറയാറുണ്ട് എന്താ പറയാ ഞാൻ ഒരാൾക്ക് പ്ലാന് കൊടുത്തു, ആ പ്ലാന് കൊടുത്തു കഴിഞ്ഞാല് ആ വ്യക്തിയെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ചിലപ്പോ 1, 2, 3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അവര് നോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർ എന്റെ മെസ്സേജ് നോക്കുന്നില്ല, ഞാൻ വിളിച്ച കോൾ എടുക്കുന്നില്ല പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാണ് അല്ലെ. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യല്ല വേണ്ടത്. അതിനെ നേരെ മറിച്ച് ഒരു ഗുഡ് മോർണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസുകൾ അവര് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. റെഗുലർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് അവരുമായിട്ട് എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. മനസ്സിലാവുണ്ടോ? അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. പക്ഷെ അവരൊരു ദിവസം തിരിച്ചറിയും. മനസ്സിലാവുണ്ടോ? ചില ആളുകളൊക്കെ 3 മാസം 4 മാസം ഒക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് വരുന്നവരുണ്ട്. ചിലപ്പോൾ 1 വർഷം വരെ ഫോളോ അപ്പ് ചെയ്തിട്ട് ലിസ്റ്റിൽ വന്നിട്ട് ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അവർക്കൊരു ടൈം ഉണ്ട് അല്ലെ. ഒന്നാമത്തെ കാര്യം ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഒരു ദൈവസ്പർശമുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് അറിയാം അല്ലെ. പുതിയതായി വന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതിങ്ങനെ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർ ഇതിങ്ങനെ പറയണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഒരുപാട് പൂവണിച്ചിട്ടുള്ള ഒരു 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 സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഫിജിക്കാട്ട് എന്ന് പറയണത്. ഓക്കെ. അപ്പോ ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറയണത് ഇവിടെ എന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ ലീഡർ നമ്മളോട് ഒരു കാര്യം പറയുകയാണ്, എന്താണ് നമ്മൾ ചെയ്യുക? ഫിജിക്കാട്ടിൽ വന്നു, നമുക്ക് എന്താ പറയുക നമ്മുടെ കമ്പനിയുടെ പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്, പ്ലാൻ ബുക്ക് ഉണ്ട്. കമ്പനിയിൽ വേണ്ട നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് നമ്മുടെ ലീഡർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ബുക്കിൽ അങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത്. അത് വെറും ബുക്കല്ല, ഒരു ഡയറി വാങ്ങണം എന്നുള്ളത് അല്ലേ. ആ ഡയറി എന്തുകൊണ്ടാണ് സാധാ ഒരു നോട്ടിൽ എഴുതിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന SRകൾ ഉണ്ട്, അല്ലെങ്കിൽ ജോയിൻ ചെയ്ത ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കുറച്ചു കാലത്തേക്ക് അല്ലെ പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡയറി വേണമെന്ന് പറയണം. ഓക്കെ. അപ്പൊ ആ ഡയറിയിൽ ലീഡേഴ്സ് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള കോണ്ടാക്ട് ലിസ്റ്റ് എഴുതൂ, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹാർഡ് വർക്ക് ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്കിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ലീഡർ നമ്മളോട് പറയുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അത് ചെയ്തു കഴിഞ്ഞിട്ട് ചിലപ്പം നമ്മൾ ഡൗൺ ആയി പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാവും. എന്നെ കൊണ്ട് പറ്റാത്തതാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കുറച്ച് മാസങ്ങളായിട്ട് ചിലപ്പോൾ സക്സസ് ആവാണ്ട് ഒരു ഫസ്റ്റ് റാങ്ക് അച്ചീവർ ആവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ആളുകളുണ്ട് അല്ലെ. ആദ്യത്തെ പടി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട്. ആ ഒരു ബുദ്ധിമുട്ട് എന്താ ഏതൊരു ജോലിക്കും ഉണ്ട് അല്ലെ. ഇപ്പൊ ഡ്രൈവിംഗ് മേഖലയ്ക്ക് കഷ്ടമില്ലേ, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് മേഖലയാണ്, മെഷീനിൽ ഇരിക്കുന്ന ആളുകൾക്ക് കഷ്ടമില്ലേ. ഇപ്പൊ മോട്ടോർ മെഷീൻ ഒക്കെയാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് അത്ര നേരം ഇരിക്കുന്ന സമയത്ത് ബാക്ക് പെയിനും അല്ലെ ഒരുപാട് കാലുവേദനയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതേപോലെ ഏതൊരു ജോലിയും, ഒരു സ്റ്റോർ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, ഒരു ടീച്ചർ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട് അല്ലെ. അത് പിന്നെ അത് മാത്രമല്ല ടെൻഷൻ വേറെ. പക്ഷെ നമ്മുടെ വർക്കിൽ എങ്ങനെയാ, നമ്മളൊരു കൂട്ടായ്മയായിട്ടാണ് വർക്ക് ചെയ്യണത്. വേണ്ട കാര്യങ്ങൾ നമ്മുടെ ലീഡേഴ്സ് എത്തിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ പറയും എന്നെ കൊണ്ടുവന്ന വ്യക്തിയില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കാനില്ല എന്നുള്ളത്. അവിടെ ആരാണോ നമുക്ക് എന്താ പറയാ സഹായങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് അറിവുകൾ എത്തിക്കുന്ന ആ വ്യക്തിയുടെ കൂടെ നിൽക്കുക. മനസ്സിലാവുണ്ടോ? എന്താണോ നമുക്ക് അറിയേണ്ടത് അത് ചോദിച്ച് വാങ്ങിക്കുക അല്ലെ. ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റില് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടുവന്ന വ്യക്തിയൊന്നും ഇവിടെ ഇല്ല. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ ആ വ്യക്തി എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും എത്തിച്ചിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ഇത് രക്ഷപ്പെടും എന്നുള്ളത് 100 അല്ല 1000% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അതേപോലെ എന്റെ ടീമിനെ ഡെവലപ്പ് ചെയ്യാനും അല്ലെ കൂടെ വന്നവർക്ക് വരുമാനം എത്തിക്കാനും എല്ലാത്തിനും കൂടെ നിന്നത് കൊണ്ടും അല്ലെ ഇന്ന് ആ ഒരു കൂട്ടായ്മയിലൂടെ പോകുമ്പോ എന്താണ് നമുക്ക് അന്നത്തെ ഹാർഡ് വർക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തതിന്റെ ഹാർഡ് വർക്ക് അല്ല ഇപ്പൊ ഉള്ളത്
അല്ലെ? ഇപ്പൊ എത്ര തന്നെ നമ്മൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയാലും കുറച്ച് കാര്യങ്ങൾ പിന്നെയും നമുക്ക് അറിവ് കിട്ടാനുണ്ടാവും അല്ലെ? എല്ലാ കാര്യങ്ങളും 100% അറിയുന്ന ഒരു വ്യക്തിയൊന്നും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തവർ പറയും ഞാൻ ഇതിൽ എങ്ങനെയാ മുന്നോട്ട് പോവാന്നുള്ളത്. അതിനുള്ള തെളിവുകളാണ് നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസം കുറവായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട്. അല്ലെ? അപ്പൊ ഹാർഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് കമ്പനിയിൽ അല്ലെങ്കിൽ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ വിശദമായി ഒന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ലീഡേഴ്സ് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാനും അത് പ്രവർത്തിക്കാനുള്ള നമുക്ക് കാണിക്കണം നമ്മൾ വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. മനസ്സിലാവുണ്ടോ? ക്ഷമ എന്ന് പറയണത് എനിക്ക് തോന്നുന്നു ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തിട്ട് എനിക്കത് പറയുമ്പോൾ ഉള്ളിൽ ചിരി വരാൻ കാരണം എന്താണെന്നറിയോ? ഒരുപാട് പേർക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട് അല്ലെ? അപ്പൊ ഞാൻ ജെൻസിന് മാത്രമല്ല കേട്ടോ പറയുന്നത്. ലേഡീസ് ആണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കണ സ്വഭാവമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. വീട്ടില് ചിലപ്പോൾ ചീത്ത പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ഈ ഒരു കൺസെപ്റ്റിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്ഷമ പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ? അത് നല്ലതാട്ടോ. ഈ ഒരു ക്ഷമ എന്ന് പറയുന്നത്, പേഷ്യൻസ് എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നറിയോ? ഈ ഒരു കൺസെപ്റ്റില് ചിലപ്പോൾ നമ്മൾ ഒരാളോട്, എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കൺസെപ്റ്റ് പറഞ്ഞപ്പോ നിനക്ക് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ ഇതൊന്നും മുന്നോട്ട് പോണ സംഭവമല്ല, നിനക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിക്ക് പൊക്കൂടെ, അതിനെന്തിനാ നീ നിർത്തിയിട്ട് ചെയ്യുന്നത്, അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അപ്പൊ അത്രമാത്രം നമ്മളോട്, അപ്പൊ എനിക്ക് വന്നിട്ടുള്ള ഉള്ളിലുള്ള സങ്കടവും ദേഷ്യവും എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിപ്പം പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ച ഒരു വ്യക്തി, നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ അവര് പെട്ടെന്ന് നമ്മളോട്, ചിലപ്പോൾ നമ്മളൊരു ബഹുമാനിക്കുന്ന ഒരാൾ, അവര് നമ്മളോട് ഷൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അന്ന് അത് കേട്ടിട്ട് റിയാക്ട് ചെയ്തതാണെങ്കിൽ അല്ലെ, ഇന്ന് അവർ എന്റെ പാർട്ട്നേഴ്സ് ആവില്ല. ഇന്ന് ഈ ഒരു സെവനൈമില് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമില് ഞാൻ കൊടുത്ത എന്താ പറയാ ഒരുപാട് പേരുണ്ട്, അവരിത് കേൾക്കുന്നുമുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ ക്ഷമയോട് കൂടിയിട്ട് ഇരിക്കുക. അതും പറഞ്ഞിട്ട് ക്ഷമയോട് കൂടി ഫിസിക്കലായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവുണ്ടോ? അതിനൊപ്പം എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഇപ്പൊ നമുക്ക് കമ്പനി ഒരുപാട് ഓഫറുകളൊക്കെ തന്നിട്ടുണ്ട്. നെക്സോറയുടെ ബാനറിലുണ്ട് അല്ലെ, 22-ാം തീയതിയോട് കൂടിയിട്ട്, അടുത്ത മാസം 22-ാം തീയതിയോട് കൂടി അത് നിൽക്കുകയാണ് അല്ലെ. അതിന് 21 ദിവസമേ ഉള്ളൂ. അതേപോലെ തന്നെ മെഗാ ഇവന്റ് വരുന്നുണ്ട് ലെഗസിയുടെ അതിൽ അല്ലെ. അപ്പം 8ാമത്തെ വാർഷികത്തോട് അനുബന്ധിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന അതൊരു മൊമെന്റ് ഉണ്ട്. ഇവിടെ നോക്കി നോക്കൂ, 2 കാര്യങ്ങളാണ് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നത് അല്ലെ. പുതിയ ആളുകളുടെ സ്ക്രീനൊക്കെ ഒന്ന് ഇതാക്കിയിട്ട്, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് ആ പോസ്റ്ററൊക്കെ അയച്ചു കൊടുത്തിട്ട് നേരെ വൃത്തിയിൽ പറഞ്ഞു കൊടുക്കുക. കാരണം അവർക്ക് ഇത് അച്ചീവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബോബി സാറിന്റെ ഒരു മൊമെന്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിജിക്കാർഡിൽ വന്നിട്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ബിസിനസ്മാന്റെ ഒരു മൊമെന്റ് കിട്ടുന്നത്. ഓക്കെ. അപ്പോ ക്ഷമയോട് കൂടിയിട്ട് ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഏതൊരു കാര്യത്തിനും തുടർ പ്രവർത്തനത്തിന് വിജയിക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? ഇന്നൊരു ദിവസം ചെയ്തു, നാളെ ചെയ്തില്ല, മറ്റന്നാൾ ചെയ്തു, അങ്ങനെ പോകുന്ന ഒരു കാര്യത്തിന് എന്താ പറയാ, തുടർച്ചയായിട്ടുള്ള ഒരു വിജയം കിട്ടില്ല. അതേസമയം ക്ഷമയോട് കൂടിയിട്ടും എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അത് നേരിടാനുള്ള മൈൻഡോട് കൂടി ഇരിക്കുക, എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സാക്രിഫൈസ് അല്ലെ, സക്സസ് ഡിമാൻഡ് സാക്രിഫൈസ്. ഈ സാക്രിഫൈസ് എന്ന് പറയുന്നത് എന്താണ്? ത്യാഗം ചെയ്യുക പറയും അല്ലെ. ഇവിടെ എന്താണ് നമ്മൾ ത്യാഗം ചെയ്യുന്നത്? ഈ ഒരു ഫിജിക്കാർട്ട് ഏറ്റെടുത്ത സമയത്ത് ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇതിലോട്ട് വന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതൊന്നും വേണ്ട, അല്ലെങ്കിൽ നീ എന്തോ ചെയ്തോ എന്ന് പറഞ്ഞു. മൂത്ത ക്ലാസ് പോകുന്നുണ്ട്, പിന്നെ ചെറിയ ആള് ചെറുതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യണതിനൊരു അല്ലേ, ചിലപ്പോൾ ഫാമിലി ഈ ഒരു ബിസിനസിനെ സീരിയസ് ആയി കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ, വൈഫാണ് ഇത് ചെയ്യണമെങ്കിൽ, ഇപ്പൊ എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സതീഷ് സാർ ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വെക്കും. ഫാമിലി അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, അവർക്കും ഇത് എന്താന്നുള്ളത് അറിഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെ? അവിടെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മുടെ വീട്ടു ജോലിയാണെങ്കിലും നമ്മൾ പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാൻ കൊടുക്കാൻ പോയി അല്ലെ, ചിലപ്പം ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റ് ആവും അല്ലെ. വീട്ടിൽ കയറി പോണ സമയത്ത് ചിലപ്പോൾ കളിയാക്കലും ചീത്തയും കേൾക്കും അല്ലെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളവിടെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഒരു കാര്യം ചിന്തിക്കുക, ഇന്ന് ലോകത്ത് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ത്യാഗം ചെയ്തവരാണ് ഇന്ന് സക്സസ് ആയിട്ടുള്ളൂ അല്ലെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളുടെ ലൈഫോ ഒന്ന് നോക്കുക. ഇപ്പൊ പ്രവാസികള്, ഞാൻ അവരെ എന്താ പറയാ തൊഴുതും. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് പ്രവാസ ലോകത്ത് പോകുന്ന ആളുകള് വീട്, കുടുംബം, കാര്യങ്ങളൊക്കെ മറന്ന് അവിടെ പോയിട്ട് ഇവിടെയുള്ള 8 മണിക്കൂറൊന്നുമല്ല അവരവിടെ പണിയെടുക്കുക. എന്തുകൊണ്ടാ? ഒരു 2 വർഷമോ 4 വർഷമോ 5 വർഷമോ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. ഇവിടെയും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേട്ടോ. പക്ഷെ എന്താണ്, ഫാമിലിയോട് കൂടി ഇരിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകാൻ പറ്റുന്നുണ്ട്.
കുട്ടികളോടും മക്കളോടും കളിക്കാനും ചിരിക്കാനും എല്ലാ കാര്യത്തിനും അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് സാക്രിഫൈസ് ചെയ്യുന്നത് എന്താണ്? അവരുടെ ഫാമിലിയാണ്. മനസ്സിലാവുണ്ടോ? പക്ഷെ ആ തിരിച്ചു വരുന്ന സമയത്ത് ആ ഫാമിലിയെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എല്ലാം തികഞ്ഞ് അല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടാണ് ഫിജി കാർഡ് ചെയ്യുന്നത് എന്ന് പറയണതാണെങ്കിൽ സക്സസ് എപ്പോഴാ കിട്ടുക? പെട്ടെന്നുണ്ടാവുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണം. മനസ്സിലാവുണ്ടോ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ദിവസങ്ങളിലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ ഒരു ചായയിൽ ഒതുക്കും. മനസ്സിലാവുണ്ടോ? ചിലപ്പോ ഈ പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ബസ് ചാർജിന്റെ നമ്മുടെ കയ്യിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരവിടെ പോയിട്ട് തിരിച്ചു വരാൻ ഓട്ടോ ഒക്കെ എടുത്തിട്ട് പോകേണ്ട സ്ഥലമൊക്കെ ഉണ്ടാവും. പക്ഷെ നടന്നു പോകും. കുറച്ച് നേരത്തെ ഇറങ്ങി നടന്നു പോകും. മനസ്സിലാവുണ്ടോ? പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയണത് തുടക്കക്കാർക്ക്, പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകൾക്ക് അതിന്റെ റിസൾട്ട് എന്ന് പറയണത് പിന്നീട് ഉറപ്പായിട്ടും ഫിജി കാർഡിൽ പറ്റും. പക്ഷെ ഒരു ജോലിക്ക് പോയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെ? ഇന്നലെ നമുക്ക് ശ്രീലക്ഷ്മി മാം ഒരു ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു മെഗാ ഇവന്റിന്റെയും ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട്, അല്ലെ? ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണ്? എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. വെറുതെ ഫിജി കാർഡിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എന്താണ്? നമ്മൾ ചെയ്യുന്ന വർക്കില് 100% ആത്മാർത്ഥത കൊടുക്കുക. നിങ്ങളിപ്പം ഒരു ദിവസം പോലും വിടാതെ നിങ്ങൾ ഫിജി കാർഡ് ചെയ്ത വ്യക്തിയാണോ, അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളിൽ മാറ്റിവെച്ച വ്യക്തിയാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും, അല്ലെ? ഇന്ന് എനിക്ക് മാരേജ് ഫംഗ്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ അതിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല, ടീം നോക്കിയിട്ടില്ല, ടീമിൽ വന്ന കാര്യങ്ങൾ നോക്കിയിട്ടില്ല, എന്റെ ഒരു വ്യക്തിക്ക് ഒരു ട്രെയിനിങ് സെഷന്റെ ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫിജി കാർഡ് ഏറ്റെടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ കുറെ കാര്യങ്ങൾ, ഒരു ഫംഗ്ഷൻ വന്നാല് അതിനെ മാറ്റി വെക്കേണ്ട കാര്യമല്ല നമ്മുടെ ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ എന്തായാലും നമ്മുടെ ഫോൺ ഉണ്ടല്ലോ, അല്ലെ? ഈ ഒരു ഫോൺ നമ്മൾ കയ്യിൽ നിന്ന് വെക്കുന്ന സമയം കുറവാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു യാത്രയിലായിക്കോട്ടെ കയ്യിൽ ഫോൺ ഉണ്ടാവും, അല്ലെ? അത് കഴിഞ്ഞ് അവിടെ പോയി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും, അല്ലെ? ചിലപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കണേ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് മാറ്റി വെക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ആയിട്ട് ഒരുപാട് അവസരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് കമ്പനി. മനസ്സിലാവുണ്ടോ? ഡിജിറ്റൽ BOP തന്നെ എത്ര എണ്ണമാണ്, അല്ലെ? നെക്സോറഡി ഉണ്ട്, ലെഗസി ഉണ്ട്, കമ്പനി ഉണ്ട്, അല്ലെ? അപ്പോ ഫിജി വിങ്സിന്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് എന്തും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം പല കാര്യങ്ങളും ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് എന്താ പറയുക, സാക്രിഫൈസ് ചെയ്യാ പറഞ്ഞാൽ അത്രയ്ക്ക് ത്യാഗം ചെയ്യാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ്. കൺസിസ്റ്റൻസി എന്ത് വേണം? സ്ഥിരത. ഏതൊരു സക്സസ് ആയിട്ടുള്ള ഒരാളെ എടുത്തു നോക്കിയാലും അവര് പറയണ ഒരു കാര്യമുണ്ട്. ഞാൻ ത്രൂ ഔട്ട്, അതായത് മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യത്തിനും എന്നാണോ ഞാൻ അത് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കണം അതുവരെ ഞാൻ കൺസിസ്റ്റൻസ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഇപ്പൊ യൂസഫ് അലി സാറൊക്കെ എന്താ പറയാ വീഡിയോയില് ആളുടെ ഒരു എന്താ പറയാ സ്പീച്ചിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്നും കാലത്ത് ഞാൻ 5 മണിക്ക് എണീക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഹെൽത്ത് നോക്കാനായിട്ട് അരമണിക്കൂർ നടക്കാറുണ്ട്. മനസ്സിലാവുണ്ടോ? യോഗ ചെയ്യാറുണ്ട്. കുറച്ചു നേരം ഞാൻ നിശബ്ദമായിട്ട് ഇരിക്കാറുണ്ട്. എന്റെ ഫുഡ് ഹാബിറ്റ് ഇതാണ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ഇപ്പം ഒരു വണ്ണം കുറയ്ക്കാനുള്ള ഒരാളാണെന്ന് വെക്കൂ, തടി കുറയ്ക്കണം എന്നുള്ള ഒരാളാണെന്ന് വെക്കൂ. ആ വ്യക്തി ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു? ഡയറ്റ് എടുത്തു. ഡയറ്റ് എടുക്കുക മീൻസ് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്താ എക്സസൈസ് ഒക്കെ ചെയ്തു എന്ന് വെക്കി. 4ാമത്തെ ദിവസം മന്തിയോ അല്ലെങ്കിൽ ബിരിയാണി വേറെ എന്തോ ആയിക്കോട്ടെ, അടിച്ചു പൊളിച്ച് അതൊക്കെ കഴിച്ച് എന്താ പറയുക നോൺ വെജ് ഒക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ ആയി എന്ന് വെക്കുക. ആ വ്യക്തിക്ക് എന്ത് സ്ഥിരതയാ ഉണ്ടാവുക? അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എങ്ങനെ സക്സസ് ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല, അല്ലെ? ഒരു എക്സാമ്പിളായി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അത് സ്ഥിരമായിട്ട് ചെയ്യാത്ത ഏതൊരു കാര്യത്തിനും, ഞാനിപ്പം വണ്ണം കുറയ്ക്കുന്ന ഒരു എക്സാമ്പിളായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ എക്സസൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളുണ്ട്, അല്ലെ? ഹെൽത്ത് ഒക്കെ നല്ലപോലെ നോക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ സ്ഥിരത എന്ന് പറയണത് നമ്മുടെ ലൈഫിൽ വേണം. അത് ഫിജി കാർഡിൽ നിന്ന് മാത്രമല്ല കേട്ടോ. നമ്മള് അതായത് ജീവിതത്തില് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ അതിനെല്ലാത്തിനും എന്ത് വേണം? സ്ഥിരത വേണം. മനസ്സിലാവുണ്ടോ? അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ നല്ല രീതിക്ക് ഫിജി കാർഡിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്ന് ഒരു വർക്ക് ബുക്ക് എഴുതണം, അല്ലെ? ഇന്ന് ഞാൻ ഇന്ന ആളെ കണ്ടു, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തു, അവരോട് ഞാൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരു കോൺഫറൻസ് കോൾ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മെസ്സേജ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
മനസ്സിലാവുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഒരു 5 പേരെയാണ് ഫോളോ അപ്പ് ചെയ്യണമെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു 2 പേരെയാണ് ഞാൻ നിരന്തരമായി ഇപ്പൊ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അവരെ എങ്ങനെയെങ്കിലും ഇതിൽ സക്സസ് ആക്കി കൊണ്ടുവരണം, അവരെയും എന്നെ പോലെ ഈ ഒരു വർക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരാളാക്കി മാറ്റണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നവർക്കേ അത് വിജയിക്കാൻ പറ്റുള്ളൂ, അല്ലെ? എന്നെ വിശ്വസിച്ച ഒരാൾ വന്നു, ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ എത്തിച്ചിട്ടില്ല, ഞാനേ സ്ഥിരതയില്ലാത്ത ഒരാളാണെങ്കിൽ എന്റെ കൂടെ വന്ന ആളുകൾക്ക് എങ്ങനെ ഈ ഒരു ഇൻഫർമേഷൻ എത്തും, അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണോ വേണ്ട കാര്യങ്ങൾ, അല്ലെ? ഡയറി ഉണ്ടെങ്കിൽ ഡയറി വേണം, അതിൽ വേണ്ട കാര്യങ്ങൾ എഴുതണം, ട്രെയിനിങ് സെഷൻ നമ്മൾ കൃത്യമായി അറ്റൻഡ് ചെയ്യണം, അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം, ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം, അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിജി കാർട്ടിൽ നിലനിൽപ്പുണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ ഇന്ന് 13ാമത്തെ റാങ്കിൽ എത്തിയിട്ടുള്ള ആളുകൾ വരെ, അല്ലെ, 4 കോടിക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കിയ ആളുകൾക്കൊക്കെ എന്തുണ്ടായിരുന്നു? കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. സ്ഥിരതയോട് കൂടിയിട്ട് അവര് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഒരാൾക്ക് കുറച്ച് കടബാധ്യതയുണ്ട്, അയ്യോ എനിക്കൊരു 2 ലക്ഷം കടമുണ്ട് മാം, ഇവിടെ 2 ലക്ഷം എത്താൻ ഏത് റാങ്ക് എത്തണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയാൽ പോരെ, അല്ലെ? അതായത് നമ്മൾ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു SM റാങ്കിൽ എത്തിയാൽ മതി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് STM റാങ്കിൽ എത്തിയാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഓരോ റാങ്കിൽ എത്തുമ്പോഴും നമ്മുടെ വരുമാനവും റീറ്റെയിൽ പ്രോഫിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ ജനറേഷൻ ബോണസ് ആയിക്കോട്ടെ, അല്ലെ, മന്ത്ലി പെർഫോമൻസ് ബോണസ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴും ഫണ്ടുകൾ ഓരോന്ന് കിട്ടുമ്പോഴും നമ്മുടെ ബാധ്യതകളൊക്കെ തീർന്നു പോവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് സ്ഥിരതയോടുകൂടി പ്രവർത്തിക്കാത്ത ആളുകളാണ് കൊഴിഞ്ഞു പോകുന്ന ആളുകൾ, അല്ലെ? ചില ഭാഗത്ത് പോകുന്ന സമയത്ത് ഫിജി കട്ട് ഏറ്റെടുത്തിട്ടേ അവരൊന്നും ചെയ്യുന്നില്ല, അവരവിടെ ചുമ്മാ ഇരിക്കുക എന്ന് പറയും, അല്ലെ? അവർ കുറച്ചു കാലം സ്റ്റാറ്റസ് വെച്ചു, അത് കഴിഞ്ഞ ശേഷം ഒന്നും തന്നെ ഇല്ല, അവരുടെ അഡ്രസ്സേ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഏറ്റെടുത്ത പോലെ, നമ്മൾ സീരിയസ് ആയി കാണുന്ന പോലെ അവർ കാണാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ഒരു ടീമിന്റെ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ എന്നോട് പറയുകയാണ്, എന്റെ ലീഡർ എന്നെ കൊണ്ടുവന്ന വ്യക്തി അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എനിക്ക് എല്ലാം തരട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നതാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടോ? ഒരിക്കലും ഇല്ല, അല്ലെ? ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യണമെന്നോ, ആ ട്രെയിനിങ് സെഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കണമെന്നോ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ പ്ലാനൊക്കെ ഇല്ലേ, ജോയിൻ ചെയ്ത 2ാമത്തെ ദിവസം നമുക്ക് ഡിജിറ്റൽ BOP ഉണ്ടാവുമല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പ്ലാൻ. എന്താണെന്നറിയോ? മറ്റുള്ളവര് പല ക്വസ്റ്റിനും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കമ്പനിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം എന്ന് പറഞ്ഞിട്ട്, അത് എന്റെ ആവശ്യമായിരുന്നു, മനസ്സിലാവുണ്ടോ? അപ്പോ നമ്മളെ പോലുള്ള പല ആളുകളും ഇവിടെ ഉണ്ട്, അല്ലെ? നോ പറയണവരെ ഫോളോ അപ്പ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക, എന്നിട്ട് കാര്യത്തോട് കൂടിയിട്ട് എന്തിനാ ആ വ്യക്തിക്ക് ഇത് വേണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെ? കറക്റ്റ് ആയിട്ട് അവരെ എന്ത് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ എത്തിക്കുക, അത് സ്ഥിരതയോടുകൂടി ചെയ്യുക, മനസ്സിലാവുണ്ടോ? ഇപ്പം എല്ലാ കാര്യത്തിനും സ്ഥിരത വേണമെന്നാണ് ഞാൻ പറയണത്. ട്രെയിനിങ് സെഷനെ കാണുന്ന രീതിയിലാണ് സ്ഥിരത വേണം, ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നതാണെങ്കിലും ശരി, ടീമിലേക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കുന്നതാണെങ്കിലും ശരി, വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ ഇറങ്ങി അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും എല്ലാത്തിലും എന്ത് വേണം? സ്ഥിരത വേണം, അല്ലെ? ലൈഫിൽ സ്ഥിരത വേണ്ടേ? നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിന് സ്ഥിരതയുണ്ട്. അല്ലാതെ എന്റെ കുട്ടി കുറച്ച് ദിവസം സ്കൂളിൽ പോട്ടെ, അത് കഴിഞ്ഞിട്ട് അവളെ ഇഷ്ടം പോലെ സ്കൂളിൽ പോയാലും പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല, മനസ്സിലാവുണ്ടോ? അപ്പൊ ഏതൊരു സക്സസിനും മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം സ്ഥിരതയാണ്. അടുത്തെന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. ആ ഒരു പിക്ചറിൽ തന്നെ ആ ഡിസിപ്ലിന്റെ ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്, അല്ലെ? എന്താ പറയാ, ഒരു പ്രഭാതമാണ്, പിന്നെ കുറെ മരങ്ങള്, ഒരാളിങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്, അല്ലെ? അപ്പോ ഈ അച്ചടക്കം എന്ന് പറയുന്നത് ആരും പഠിപ്പിച്ചു തരുന്നതൊന്നും അല്ല കേട്ടോ. കുറെ ആളുകളൊക്കെ കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി ചെയ്യുന്ന ആളുകളുണ്ട്. ചിലവർക്ക് കയറി വരുമ്പോഴും ഒരു കാര്യം അറിയില്ല, പക്ഷെ പിന്നീട് മനസ്സിലാക്കിയിട്ട് കമ്പനിയുടെ പ്ലാന്, മാനേജ്മെന്റ്, അല്ലെങ്കിൽ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണ്, എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഡിസിപ്ലിനോടെ, ക്ഷമയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അച്ചടക്കത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്, അല്ലെ? ആ അച്ചടക്കം നമുക്ക് എന്ത് ഗുണം ചെയ്യുന്നറിയോ? നമ്മുടെ വീട്ടിലൊരാള് കൃത്യമായി എല്ലാം ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് വെക്കുക, ആ വ്യക്തിയെ കണ്ടിട്ടാണ് നമ്മുടെ ഫാമിലിയിലുള്ള മറ്റു കുട്ടികൾ, അതായത് വരുന്ന ജനറേഷൻ പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് നല്ല രീതിക്ക് അച്ചടക്കം ഉണ്ടാവും. ഇപ്പൊ ഒരു വ്യക്തിയെ നല്ല കുട്ടിയാണ് ട്ടോ എന്ന് പറയാനല്ല ഞാൻ പറയുന്നത്, പല കാര്യങ്ങളും കാര്യവിവരത്തോടു കൂടി ചെയ്യാനുള്ള അച്ചടക്കത്തിനെയാണ് ഞാൻ പറയുന്നത്, മനസ്സിലാവുണ്ടോ? ഒരാളെ നല്ല കുട്ടിയാണ്, അവർ ഒതുങ്ങിയ കുട്ടിയാണ്, ആരോടൊന്നും മിണ്ടില്ല, റോട്ടിൽ കൂടെ പോണ സമയത്ത് തല താഴ്ത്തിയേ നടക്കുള്ളൂ, അതല്ല അച്ചടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും. ഇപ്പൊ ഫിജി കാർട്ടില് ഒരു പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ പ്ലാൻ ബുക്ക് നമ്മുടെ കയ്യിൽ വേണം, അല്ലെ? ഒരു ടാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഡയറിയും പെന്നും നമ്മുടെ കയ്യിലുണ്ടാവും, വരച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ, അല്ലെ? അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഹാളിൽ പോകുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ
കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും എല്ലാം ചെയ്യാനുള്ള കഴിവ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് എങ്ങനെയാണ്? ഡിസിപ്ലിനോടെയാണ്, അല്ലെ? ഇപ്പൊ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങള് ഇത് അച്ചടക്കത്തോടു കൂടി ഇരുന്ന് കേൾക്കാനും നോട്ട് ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അല്ലെ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപകാരപ്പെടുന്ന ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെ? ഡിസിപ്ലിനോട് കൂടിയിട്ട് ഇരുന്നത് കൊണ്ടാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് ഫിജി കാർട്ടിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ. കോൺഫിഡൻസ്, അതും സെൽഫ് കോൺഫിഡൻസ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആത്മവിശ്വാസം വേണം കേട്ടോ. അതായത് ചിലപ്പം നടക്കില്ലാന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കോൺഫിഡൻസ് ഒന്നും വരാനില്ല. അതിപ്പോ എത്ര തന്നെ ഒരാൾ പുഷ് ചെയ്താലും ഇപ്പൊ എന്നോട് എന്റെ ലീഡേഴ്സ്, അതായത് എന്റെ മുകളിലുള്ള ലീഡേഴ്സ് പറയാണ്, സരിത മാം എന്തായാലും അച്ചീവ് ചെയ്യും ട്ടോ, അതെന്തായാലും എത്തും ട്ടോ, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നിച്ചോളൂ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് അതൊരു 10 തവണയെങ്കിലും പറഞ്ഞാൽ മതി. ഒരു തവണ പറയണടുത്ത് 10 തവണ പറഞ്ഞാൽ മതി, അല്ലെ? അതേ സമയം ഞാൻ 11 തവണ എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഒരെണ്ണം അധികമായിട്ട് എന്താ ഇവിടെ വന്നിരിക്കണേ? പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ്. മനസ്സിലാവുണ്ടോ? നമ്മുടെ മൈൻഡിന് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ലീഡർമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാര്യം ആവർത്തിച്ച് എനിക്ക് പറ്റും എന്നുള്ളത് ഉള്ളിൽ പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചം കൂടി കൂടെ നിൽക്കുന്നു പറയണത് വെറുതെ അല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതായത് എന്താണോ എനിക്ക് പറ്റാത്ത കാര്യം അതിന് വേണ്ടിയിട്ട് പരിശ്രമം പ്ലസ് അത് ഉള്ളിലോട്ട് എടുക്കുക, ഉള്ളിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം നമുക്കുള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക, എന്നിട്ട് ടീമിലേക്ക് എത്തിക്കുക. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ഒരാൾ ജോയിൻ ചെയ്ത് അവരെ കൂടെ ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലെ? ആ ഒരാളാണ് വന്നിട്ടുള്ളൂ എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചിട്ട് നമ്മുടെ കോൺഫിഡൻസ് പ്ലസ് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക. മനസ്സിലാവുണ്ടോ? ആ വന്ന വ്യക്തിയും കൂടി പവർ ആവും. മനസ്സിലായില്ലേ? അപ്പോ ആത്മവിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഫിജി കാർട്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു തൊഴിൽ മേഖലയാണെങ്കിലും നിങ്ങളുടെ ലൈഫിലുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ എനിക്ക് ഫിജി കാർട്ടിൽ വന്നിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വന്നതിന് ശേഷമുള്ള ഒരു പ്ലസ് പോയിന്റ് ഒരുപാടുണ്ട്. എന്നിരുന്നാലും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ്, കോൺഫിഡൻസ് തന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും, അല്ലെ? പ്രശ്നങ്ങൾ പലതായിരിക്കും, ക്യാഷ് ആയിരിക്കും ഇഷ്യൂ, അല്ലെ? അത് മാത്രമല്ല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്, ഹെൽത്തിന്റെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ അവരുടെ ഒരു കോൺഫിഡൻസ്, അല്ലെ? ഇപ്പോ നമ്മുടെ സുധിയുടെ വൈഫ്, അല്ലെ, രേണു സുധി, അവർക്കിപ്പം ക്യാൻസർ ആണെന്ന് പറയണു. പിന്നെ അത് കഴിഞ്ഞ് അവർ ട്രീറ്റ്മെന്റിലാണ്, അവർക്ക് മെമ്മറി ഒക്കെ മറന്നു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയോ? അവര് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ തിരിച്ചു വരും. മനസ്സിലാവുണ്ടോ? നമുക്കൊരു അസുഖം വരുന്ന സമയത്ത് അയ്യോ എനിക്ക് വയ്യ, അല്ലെങ്കിൽ വയ്യ വന്നാൽ നമ്മളൊരു 10 തവണ പറഞ്ഞാൽ തന്നെ അസുഖത്തിന്റെ കൂടെ അസുഖങ്ങളാണ്, അല്ലെ? പക്ഷെ ഇവിടെ എന്താണ് ആ വ്യക്തി പറഞ്ഞൊരു ഡയലോഗ് എന്താണെന്നറിയോ? ഞാൻ ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ മുമ്പ് ചെയ്ത വർക്കിനേക്കാൾ കൂടുതൽ വർക്ക് എടുത്തിട്ട് എന്റെ മോന് വേണ്ടി ഞാൻ തിരിച്ചു വരും എന്നുള്ളത്. മനസ്സിലാവുണ്ടോ? അതാണ് കോൺഫിഡൻസ്. മനസ്സിലാവുണ്ടോ? ഒരാൾ നമ്മളെ തളർത്തി എന്തേലും പറഞ്ഞു, അവിടെ വീണ് പോകേണ്ട ആളുകളെല്ലാം നമ്മള് ചിലപ്പോൾ അത് കുടുംബത്തിൽ നിന്നായിരിക്കും കിട്ടുക, ചിലപ്പോൾ ഹസ്ബൻഡിൽ നിന്നായിരിക്കും കിട്ടുക, ചിലപ്പോൾ വൈഫിൽ നിന്നായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പർമാരായിരിക്കും, ഫ്രണ്ട്സുമാരായിരിക്കാം, വീട്ടിന്റെ ചുറ്റുവശത്തുള്ള ആളുകളായിരിക്കാം. അപ്പൊ അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, അവർക്കൊരു സ്മൈലോട് കൂടിയിട്ട് മറുപടി ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ മറുപടി കൊടുത്താൽ അത് റിവെഞ്ച് ആവും. ഓക്കെ. അപ്പൊ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക. വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക. മനസ്സിലാവുണ്ടോ? പല ആളുകൾക്കും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ കയറി വന്ന ആളുകളാണ്. ഫിജി കാർഡിനെ കുറിച്ച് ഒരു കാര്യം അറിയില്ല, പക്ഷെ ഇതിൽ കയറി വന്ന ശേഷമാണ് ഈ കമ്പനിയെ കുറിച്ചും അല്ലെങ്കിൽ കമ്പനിയുടെ ഭാവി സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് വെക്കുക, ആത്മവിശ്വാസത്തോടു കൂടി ഇതാക്കാം. ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഡെയിലി ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടോ നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണെന്നുള്ളത്? അല്ലെ? ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. ശരി, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ മുന്നോട്ട് പോവാന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെ? നാളേക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാളെ അല്ലേ, അത് നാളെ നോക്കിക്കളയാം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക? കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക, വർക്കൗട്ട് കൃത്യമായി ചെയ്യുക, ടീമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട് സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക, ടീമിലേക്ക് കോൺഫിഡൻസ് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്, അല്ലെ? നല്ല മനോഭാവം നമുക്ക് വേണം. എന്തിനാന്നറിയോ? എന്റെ ഒരു SR എന്നെ വിളിച്ചിട്ട് ഒരു പ്രോബ്ലം പറയുകയാണ്, അല്ലെ? എന്റെ ലീഡർ ആണല്ലോ, എന്റെ ലീഡറിനോട് എന്റെ പ്രശ്നങ്ങൾ പറയാ എന്ന് പറഞ്ഞിട്ട് വർക്കിനെ പറ്റിയിട്ട് ഒരു കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു മാനസികമായിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നമ്മളെ വിളിക്കുകയായിരിക്കും. ആ വിളിക്കുന്ന സമയത്ത് ഞാൻ അതുക്കും മേലെ പ്രശ്നത്തിലാണ് ഇരിക്കണമെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ആ ഒരു പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് അയ്യോ ഞാൻ അതിനേക്കാളും പ്രശ്നത്തിലാ ഇരിക്കണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം അടക്കം ഇല്ലാണ്ടാക്കും നമ്മള്. മനസ്സിലാവുണ്ടോ?
ഇവിടെ ഒരു പ്രോബ്ലം നമ്മളെ വിളിച്ച് പറയണ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവിടെ പോസിറ്റീവ് മനോഭാവത്തോട് കൂടിയിട്ട് വേണം ഇരിക്കാൻ, അല്ലെ? ഈ ഒരു വർക്ക് ഏറ്റെടുത്ത ശേഷം എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകൾ അല്ലെങ്കിൽ 100% ആളുകൾക്കും, അതായത് ഇതിനെ നല്ല രീതിക്ക് കണ്ടിട്ടുള്ള ഒരാളുകൾ കേട്ടോ, ഫിസിക്കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഞാൻ പറയണത്, അവരെല്ലാവരും പോസിറ്റീവ് മൈൻഡാണ്. എന്തുകൊണ്ടെന്നറിയോ? ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഇതില് ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ അവിടെ എത്തും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഇരിക്കുന്ന ആളുകളാണ്. ആ ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം വന്നിട്ടുള്ള ആളുകളാണ്. മനസ്സിലാവുണ്ടോ? ചില ആളുകളൊക്കെ എനിക്ക് സംസാരിക്കാൻ പേടിയാണ് പറയും, പക്ഷെ ആ ഒരു സ്റ്റേജിൽ കയറി MC ഒക്കെ ചെയ്യുന്ന സമയത്ത്, പ്ലാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു എനർജി കാണണം. അത് എവിടുന്ന് കിട്ടുന്നതെന്ന് അറിയോ? ആ ഒരു എന്താ പറയാ, ഹാളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സ് കൊടുക്കുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു നല്ല മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുക, അല്ലെ? എന്ത് കാര്യങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ തരണം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുക. നമ്മുടെ ടീമിലേക്കും നമ്മുടെ ലീഡേഴ്സ് നമുക്ക് തരുന്ന നല്ല നല്ല കാര്യങ്ങൾ, അല്ലെ? ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു BOP ക്ക് പോയി, BOP ഹാളിൽ ചീഫ് ഗസ്റ്റ് സംസാരിക്കുന്നത്, പല ചീഫ് ഗസ്റ്റ് ആണ് വരിക, അല്ലെ? എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അവര്, ഓരോ ചീഫ് ഗസ്റ്റും സംസാരിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ എങ്ങനെയാണല്ലേ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പുതിയതായിരിക്കും, അല്ലെ? അപ്പോ നമ്മൾ പോകുന്ന ഫിസിക്കൽ ആയിക്കോട്ടെ, ഡിജിറ്റലി നമ്മൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളായിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് നമ്മുടെ മനോഭാവം മാറ്റാനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്, അല്ലെ? ഫിജിക്കലിൽ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ തളർത്താനുള്ള ഒരൊറ്റ കാര്യം പോലും ഇല്ല എന്നുള്ളതാണ്, അല്ലെ? തളരുന്നത് ആരാ? നമ്മൾ സ്വയമാണ്, അല്ലെ? ഇപ്പൊ ഇരുമ്പ് എന്ന് പറയുന്ന ഒരു സാധനം, അതിനെ നശിപ്പിക്കുന്നത് എന്താണ്? തുരുമ്പാണെന്ന് പറയും. അത് അതിലുള്ള സാധനം തന്നെയാണ്, അല്ലെ? ഇരുമ്പിനെ ഇരുമ്പ് തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നത്, അല്ലാതെ സ്വയം എന്താ പറയാ മറ്റൊരു ആള് വന്നിട്ട് ചെയ്യണതല്ല. ഇപ്പൊ എന്നോട് ഒരാള് നെഗറ്റീവ് മൈൻഡോട് കൂടി സംസാരിച്ച് എന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തളരണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആരാണ്? ഞാനാണ്, അല്ലെ? എന്റെ മൈൻഡ് സെറ്റ് ആണ്. അതിന് എന്ത് വന്നാലും കാര്യമില്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഞാൻ ആ ലക്ഷ്യത്തിലോട്ട് തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടിയിട്ടാണ് ഞാൻ ഇരിക്കണമെങ്കിൽ എന്നെ ആർക്കെങ്കിലും തളർത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 8ാമത്തെ പോയിന്റ് ആണ് സക്സസ്. ഇവിടെ കുറെ കല്ലുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്, അല്ലെ? ആ കല്ലിന്റെ മേലെ കയറിയിട്ടാണ് ഒരാള് അവിടെ സക്സസിലേക്ക് തൊട്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്, പലതവണ സക്സസ് എന്ന് പറയണ, അല്ലെങ്കിൽ സക്സസിലേക്ക് എത്താൻ വേണ്ടി പലതവണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഫെയിലിയർ ആണ്. മനസ്സിലാവുണ്ടോ? 1 തൊട്ട 3 എന്നുള്ള നിലയ്ക്ക് ഞാൻ 3 പ്രാവശ്യം അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു, അവർ വന്നിട്ടില്ല. 4ാമത്തെ പ്രാവശ്യം ഞാൻ പോവേയില്ല, അവരോട് പറയൂല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. 3 അല്ല 4 അല്ല, ഇനി 10ാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ അവരെ ഇതിലേക്ക് ക്ഷണിക്കുന്നത്, ഇതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് എന്നൊക്കെയാണെങ്കിൽ തന്നെ അവിടെ നമ്മൾ സക്സസ് ആവും. മനസ്സിലാവുണ്ടോ? ചില ആളുകൾ എന്താണ് പെട്ടെന്ന് ജോയിൻ ചെയ്യും, ചില ആളുകൾ പെട്ടെന്ന് ഈ ഒരു പ്ലാനും കാര്യങ്ങളും മനസ്സിലാക്കും, ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും. ചില ആളുകൾ കുറച്ച് ലേറ്റ് ആകും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഫിജിക്കാട്ടിലുള്ള 11 ലക്ഷത്തിന് മേലെയുള്ള ആളുകൾ ഈ ഒരു ഫിജിക്കാട്ടിലുണ്ട്, അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ എങ്ങനെയാണ് ഫിജിക്കാട്ടിൽ വന്നത്? പറഞ്ഞ ഉടനെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ജോയിൻ ചെയ്ത ഉടനെ എന്റെ ലീഡർ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വർക്ക് വേഗം തുടങ്ങിയിട്ടുണ്ടോ? കുറച്ച് മാസങ്ങളോ കുറച്ച് വർഷമായിട്ടാണ് പിന്നീട് തിരിച്ചു വന്നത്, അല്ലെ? പല ആളുകളും ഉണ്ട്. മനസ്സിലാവുണ്ടോ? എന്തായാലും ഫിജിക്കാട്ടിൽ വിജയിക്കും. വിജയിക്കാൻ കാര്യങ്ങളും നമുക്ക് കമ്പനിയും തരുന്നുണ്ട്, നമ്മുടെ ലീഡേഴ്സും തരുന്നുണ്ട്, അല്ലെ? പക്ഷെ അത് ഏറ്റെടുക്കുന്ന ടൈമിങ്ങിനാണ് പ്രശ്നം, അല്ലെ? ഒരത് ജോയിൻ ചെയ്തു, പക്ഷെ ഞാൻ എത്ര ആളൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് അറിയോ? അവരിവിടെ നിലനിൽക്കാൻ തയ്യാറായിട്ടില്ല മാം, അല്ലെങ്കിൽ ആ കാര്യം ശ്രമിച്ചിട്ടില്ല, ട്രെയിനിങ് സെഷൻ കേൾക്കില്ല, ഒരു ഡിജിറ്റൽ ഒരു LOPക്ക് വന്നിട്ട് എന്താണെന്ന് അറിയാൻ കേൾക്കില്ല, അല്ലെ? അവർക്ക് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലാവുണ്ടോ? ഞാനൊരു വ്യക്തിയെ ഫിസിക്കൽ BOPക്ക് വിളിച്ചു കഴിഞ്ഞാൽ വ്യക്തി അവിടെ ചിലപ്പോ തവണയോ 2ാമത്തെ തവണ സമയത്ത് വരില്ല. മനസ്സിലായില്ലേ? ചിലപ്പോ 10ാമത്തെ പ്രാവശ്യമായിരിക്കും ഇത് വിളിക്കണ സമയത്ത് ഓക്കെ അവർ ഇത്ര തവണ പറഞ്ഞതല്ലേ, എന്താന്ന് കേട്ട് നോക്കാന്ന് പറയുന്നത്, അല്ലെ? ആ ആർക്ക് വേണം? അല്ലെ? ആളുകളെ നിർത്താനും അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കാനും അതിനോടൊപ്പം എന്ത് ചെയ്യുക, ആ ഫോളോ അപ്പ് ചെയ്യുന്ന ആളെ കൊണ്ടുവരാനും, അല്ലെ? അപ്പൊ ഇതിലുള്ള ഈ ഒരു ട്രെയിനിങ് സെഷൻ കേൾക്കുന്ന ആളുകളിൽ പല ആളുകളും പല റീസൺ പറഞ്ഞിട്ട് ഇതിൽ കയറി വന്നവരുണ്ട്, അല്ലെ? എനിക്ക് കുറച്ച് മാസം വേണം, അല്ലെങ്കിൽ സാലറി കിട്ടിയിട്ട് ചെയ്യാ, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ ഹസ്ബൻഡ് സമ്മതിക്കില്ല, അയ്യോ ഇത്രയും ഇപ്പോഴാണ് ഒന്ന് സമ്മതിച്ചത്, ചെയ്തോ പറഞ്ഞു വിട്ടാന്നുള്ളത്. അപ്പൊ അവിടെ എന്തായിരിക്കും പ്രോബ്ലം? നമുക്ക് കിട്ടിയ അറിവ്, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് വരാൻ പെട്ടെന്ന് ജോയിൻ ചെയ്തവരുടെ കാര്യം ഞാൻ പറയണത്. ഒരാള് എന്നോട് വന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ നല്ലതാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഞാൻ ജോയിൻ ചെയ്യണമെങ്കിൽ
വേണ്ട റീസൺ ഉണ്ടാവും അല്ലെ? ഈ പറയാൻ വന്ന വ്യക്തി എന്റെ ലൈഫിൽ എനിക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതും അല്ലെങ്കിൽ ഇത് എനിക്ക് ബെറ്റർ ആണെന്നുള്ളതും തോന്നിക്കുന്ന പല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേ എനിക്ക് വഴിയുള്ളൂ എന്നുള്ള ചിന്താഗതി എനിക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഞാൻ വേഗം വന്നിട്ടുണ്ടാവുക. മനസ്സിലാവുണ്ടോ? ഈ വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ഫണ്ടിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ പല റീസൺ ആയിരിക്കാം. മനസ്സിലാവുണ്ടോ? ഈ ഫണ്ടിന്റെ പ്രശ്നമുള്ള ആളുകൾ ഇതിൽ ഇഷ്ടം പോലെ ഇല്ലേ? ഒരു 10% ആളുകളേ ഉള്ളൂ കയ്യിൽ ക്യാഷ് വെച്ചിട്ട് ഇതിൽ വന്നിട്ടുള്ള ആളുകൾ. ബാക്കി മുഴുവൻ ആളുകളും എന്താണ്, ക്യാഷ് എവിടെ നിന്നെങ്കിലും അല്ലെ? ഇപ്പൊ ലോൺ എടുത്ത ആളുകളുണ്ട്, ഗോൾഡ് ഇത് വെച്ച ആളുകളുണ്ട്, അടുത്ത ആളുകളുടെ അടുത്ത് കടം വാങ്ങിയ ആളുകളുണ്ട്, അല്ലെ? പലതും ചെയ്തിട്ടുണ്ട്. മക്കളുടെ പാദസരം വരെ, അതായത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ വിറ്റിട്ട് വന്ന എന്റെ ഒരു പാർട്ട്ണർ ഉണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും സക്സസ് ആവാൻ കുറെ ഫെയിലിയർ ഒക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ മക്കള് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പല പ്രാവശ്യം ഫെയിലിയർ ആയിട്ടായിരിക്കും സക്സസ് ആയിട്ടുണ്ടാവുക. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ ടോപ്പിൽ എത്തണം, എന്റെ കുട്ടി ക്ലാസ്സിലെ ടോപ്പിൽ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുട്ടികളൊക്കെ ടോപ്പാണ്, എന്റെ കുട്ടി കുറച്ച് ബാക്കൗട്ട് ആണെങ്കിൽ ആ മുന്നോട്ട് എത്താൻ വേണ്ടി നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്, ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യങ്ങളും ഏതില് വേണമെങ്കിലും നമുക്ക് എന്താ ഇംപ്ലിമെന്റ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഫിജിക്കാർഡ് എന്താണ് കൺസെപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള മനോഭാവത്തോടു കൂടി വർക്ക് ചെയ്യുക. മനസ്സിലാവണം. ഇത് ഞാനൊരു ഷോർട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അതായത് ഇന്ത്യയില് 15 മില്യൺ ആളുകൾ ഉണ്ട്, അതായത് വർഷത്തില് പറയുന്ന ഒരു കാര്യമാണ്. മില്യൺ എന്ന് പറഞ്ഞത് എത്രങ്ങാനും ആളുകളാണ് അല്ലെ? അതായത് 1,80,00,000 ആളുകള് എഡ്യൂക്കേഷൻ കഴിയുന്നുണ്ട് എന്നുള്ളതാ പറയണത്. എന്നിട്ട് എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ മക്കള് പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട്, +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ ടീച്ചർ, നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട്? എണ്ണാവുന്ന ആളുകളേ ഉള്ളൂ അല്ലെ? ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകളെ വീണ്ടും വാക്കൻസിയിൽ എടുക്കണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ് അല്ലെ? ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ട്. എന്താ പറയാ, ആളുകളുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതലാണ്. എഡ്യൂക്കേഷൻ ഉള്ള ആളുകളുടെ എണ്ണം കേരളത്തില് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണ്. പക്ഷെ ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അവസരങ്ങൾ കുറവാണ് അല്ലെ? അവസരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ജോലി കിട്ടാനില്ല. കിട്ടിയാൽ തന്നെ വരുമാനത്തിൽ കുറവ് അല്ലെ? അപ്പൊ അവരെന്ത് ചിന്തിക്കും? ഇതിനേക്കാൾ പഠിച്ചത് അവിടെ ഇരിക്കട്ടെ, ഇതിനേക്കാൾ ബെറ്റർ എനിക്ക് ഡെയിലി 1000 രൂപ കിട്ടുന്ന ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് പോകും അല്ലെ? എത്ര എക്സാമ്പിളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തിനാ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യണം? ഫിജിക്കാർഡ് ഏറ്റെടുക്കണം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം. നോ ബോസ് ബട്ട് മെനി ഹാൻഡ്സ്. നമുക്കൊരു ബോസ് ഇല്ല. എന്നോട് ആരെങ്കിലും പറയാറുണ്ടോ സരിത മാഡം നാളെ മുതൽ എല്ലാ ട്രെയിനിങ് സെഷനിലും ക്യാമറ ഓൺ ചെയ്തിരിക്കണം പറയാറുണ്ടോ? അല്ലെങ്കിൽ ഇന്ന സെഷനിൽ ഇന്നും പങ്കെടുക്കണം, നാളെ ചെയ്യണം, മറ്റന്നേ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം പറയാറുണ്ടോ? നിങ്ങളുടെ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി പോയിട്ട് പറഞ്ഞു കൊടുക്കണം പറയാറുണ്ടോ? എന്നത് ചെയ്യണം, ഇതൊന്നും പറയാറില്ല. ഇവിടെ ഒരു ബോസ് ഇല്ല. കമ്പനി തന്നെ നമ്മൾ നേരിട്ട് നിങ്ങൾ, അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യണം, വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അല്ലെ? നമ്മുടെ ടീമിന്റെ കൂടെ ജിയോഗ്രാഫിക് ബൗണ്ടറീസ് അത് ഉദ്ദേശിക്കുന്നത് എന്താ? കമ്പനി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും നമുക്ക് തിരിക്കാൻ പറ്റും. അതേപോലെ ചിന്തിച്ചു നോക്കുന്ന ഹസ്ബൻഡ് കമ്പനിയിൽ വർക്കിന് പോകുന്ന ഒരു വ്യക്തിയാണ്. ആ കമ്പനിയിൽ ഇനി എത്ര ടേണറും എത്ര കോടിക്കണക്കിന് രൂപ അവരെ പോലുള്ള പല ആളുകൾ ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കി കൊടുത്താലും അവിടെ ഇൻകം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. സ്ഥിരതയോടുകൂടി എന്താണ് വർഷത്തിൽ വേണമെങ്കിൽ വരും. ഒരു ഇൻകം അവിടെ കിട്ടില്ല. പക്ഷെ ഇവിടെ അൺലിമിറ്റഡ് ഇൻകം അല്ലെ? അതായത് നമ്മൾ എഫേർട്ട് 10% ഇൻകത്തിന്റെയാണ് നമ്മളൊരു കണക്ക്. പിന്നീട് അങ്ങോട്ട് പോയി ഒരു 10% വർക്ക്ഔട്ട് ആവുന്ന സമയത്ത് അവിടെ 100% ആയിരിക്കും നമുക്ക് വരുമാനം വരിക. മനസ്സിലായില്ലേ? അപ്പൊ ഇൻകം എന്ന് പറയുന്നത്, വരുമാനം പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. നോ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് അല്ലെ? അല്ലെ? ശ്രീലക്ഷ്മി മാം പറഞ്ഞൊരു കാര്യം, ലക്ഷ്യം നോക്കിയിട്ടല്ല ഈ കണക്കിലോട്ട് വരുന്നത് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു ഷോപ്പ്, അതായത് ഫാൻസി കാര്യങ്ങളെല്ലാം ആയിട്ട് മൊത്തം ബഡ്ജറ്റ് കണക്കാക്കിയിരിക്കുന്നത് എത്രയാണെന്ന് അറിയോ? കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ഒരു 5 ലക്ഷത്തിന് മുകളിലാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. ഈ 5 ലക്ഷം അവിടെ ഇൻവെസ്റ്റ് ആണ് ചെയ്യണത്. മനസ്സിലാവുണ്ടോ? അതായത് സ്വന്തമായി റിസ്ക് എടുത്ത് ആ ഒരു കട
വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് റെഡിയാക്കുന്നത് 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. ഈ 5 ലക്ഷത്തിന് എന്ത് സാധനങ്ങൾ ഉണ്ടാവും നിങ്ങൾ കരുതണം? കുറച്ച് ഐറ്റങ്ങളേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് 5 ലക്ഷം ഉണ്ടല്ലോ എന്ന് ഇരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചേ സാധനം ഉള്ളൂ എന്നാണ് ആള് പറഞ്ഞത്. മനസ്സിലാവുണ്ടോ? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, അതും നല്ല ക്വാളിറ്റി ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? ഇവിടെ നോ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ്, ഫ്ലെക്സിബിൾ ടൈം അല്ലെ? ഒരു ട്രെയിനിങ് സെഷൻ കേൾക്കുന്ന ആളുകൾ പല കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ ഇത് കേൾക്കുന്നത് അല്ലെ? നമ്മുടെ വർക്ക് നമ്മുടെ ഒരാളെ ഫോളോ അപ്പ് ചെയ്യാനോ ഒരാളെ പോയി കാണാനോ ഒക്കെ സമയപരിധികൾ ടൈമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെ? നമ്മുടെ യാത്രയിലാണ്, യാത്രയിൽ ഫോണിലൂടെ നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നാൽ പോലും നമ്മുടെ വർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ പറ്റും അല്ലെ? അതേപോലെ നോ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് റിക്വയർഡ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ഫിജിക്കാട്ടിൽ സ്കൂളിൽ പോവാത്ത ആളുകൾ വരെ ഇത് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അതായത് സ്കൂളിൽ പോയിട്ടുണ്ട്, അതായത് 1-ാം ക്ലാസ്സിലോട്ട് കയറിയിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഇല്ല. മനസ്സിലാവുണ്ടോ? എനിക്ക് അതിശയപ്പെട്ടു ഞാന്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളും ഫിജിക്കാട്ട് ചെയ്തിട്ട് ഇപ്പൊ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പേരക്കുട്ടികളുണ്ട്, മക്കളുണ്ട്, അപ്പൊ അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പഠിച്ചെടുത്തു. പഠിക്കുന്ന കാലത്ത് ഇതിന് ഇമ്പോർട്ടൻസ് അറിയില്ല, സ്കൂളിൽ വീട്ടിലിരുന്നോ പറഞ്ഞു. ഏജ് ആളാണ്. അപ്പോ എഡ്യൂക്കേഷൻ ഇവിടെ ഒരു മണ്ടമേ അല്ല. എന്താണ്? എഡ്യൂക്കേഷൻ ഉള്ളവരും ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളുണ്ട് അല്ലെ? വിദ്യാഭ്യാസം കുറവുള്ള ആളുകളുണ്ട്. അപ്പൊ എഡ്യൂക്കേഷന്റെ പ്രശ്നം ഇവിടെ വരുന്നില്ല. നോ വർക്ക് എക്സ്പീരിയൻസ് അല്ലെ? ഇപ്പൊ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് ബാങ്കിങ്ങിലായിരുന്നു അല്ലെ? ബാങ്കിലെ ജോലിയായിരുന്നു. അപ്പൊ ഈ ബാങ്കിലെ വർക്കും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൂടെ ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിക്കേ അല്ലെ? ഒരു എന്താ പറയാ, ഒരു സാമ്യ സംഭവമാണ്. രണ്ട് ധ്രുവത്തിൽ ഇരിക്കേണ്ട സംഭവമാണ്. അപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ച് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇതിലേക്ക് വന്നത്. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അപ്പൊ അതിന്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏറ്റെടുക്കണോ എന്നുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പോസ്റ്റർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതായത് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് എന്താ പറയാ, ഒരു 10 മടങ്ങ് വർദ്ധിക്കാൻ ദശാബ്ദത്തിനുള്ളിൽ അല്ലെ, കുറച്ചു കാലത്തിന്റെ ഉള്ളിൽ 30,000 കോടി രൂപ പറഞ്ഞോ സാറാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞൊരു കാര്യം, ഡയറക്ട് സെല്ലിങ്ങിന് നല്ല സ്കോപ്പ് ഉണ്ട്, അത് നമുക്കറിയാം. ഇന്ത്യയിലെ പ്രധാനമായിട്ടും ടച്ച് ചെയ്ത് നിൽക്കുന്ന ആളുകൾ മാത്രമേ നമ്മുടെ ഫിജിക്കാർഡ് എടുത്തിട്ടുള്ളൂ. 143 കോടിക്ക് മുകളിൽ ജനങ്ങൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ. മനസ്സിലാവുണ്ടോ? അപ്പോ പൊതുവെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇനി എന്താ പറയാ, ത്രൂ ഔട്ട് ഇനി മുന്നോട്ട് പോകുന്നത് അതായിരിക്കും ലൈഫ് എന്നുള്ളതാണ്. അതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളെ വരുമാനത്തിലും അവരെ ഫിനാൻഷ്യലി ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അത് നോക്കിയുള്ള ഒരു കാര്യമാണ്. വേൾഡിലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബൂമിംഗ് നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ടേൺ ഓവർ വരുന്നത് 220 ബില്യൺ ആണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഈ 220 ബില്യൺ എന്ന് പറഞ്ഞാൽ മുകളിൽ ഉണ്ടോ, കോടികളാണ് പറയുന്നത്. അത്രയും കാര്യങ്ങൾ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ മാർക്കറ്റിംഗിൽ വരുന്നുണ്ട്, ഇൻഡസ്ട്രിയില്. അപ്പൊ സാധാരണ ആളുകൾ രക്ഷപ്പെടാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് തിരിച്ചറിയുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ട് ഏറ്റെടുക്കാൻ മടിക്കുന്നേ. മനസ്സിലാവുണ്ടോ? അതിൽ പറയുന്നുണ്ട് വെൽനെസ് അതിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഇ കൊമേഴ്സ് അതിലെല്ലാം, അതായത് AI ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ടായിരിക്കും ഈ നെറ്റ്വർക്കിംഗ് ഭയങ്കര ബൂമിങ് ആവാൻ പോകുന്നത്. ഇത് പല സെഷനുകളിലും കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകളും പൈസ ഒരു കാര്യമേ അല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ പണം ഒരുപാട് ഉണ്ടായിട്ട് എന്താന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇന്നലെ വൈകുന്നേരത്ത് കണ്ടു. ഞാൻ സതീഷ് സാറും കൂടിയിട്ട് സംസാരിക്കുകയും ചെയ്തു അല്ലെ? ഒരു ഫാമിലിയില്, അതും പാലക്കാടാണോ എന്നറിയില്ല, പാലക്കാട് തന്നെയാണോ തോന്നുന്നു. ഒരു ഫാമിലിയിലെ ഒരു ഭർത്താവും 2 കുട്ടികളും കൂടിയിട്ട് ഭാര്യയും കൊണ്ട് ഒരു മരണത്തിലോട്ട് അടുത്തു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ കാര്യം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് കണ്ണ് കാണാത്ത ഭാര്യ, കുറെ കടബാധ്യതയുണ്ട്. ആ 2 മക്കളെയും വെച്ച്, ആ മക്കള് ലാസ്റ്റ് ആ ട്രാക്കിലേക്ക് പോണതിന്റെ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത് കാണിക്കുന്നേ. അപ്പോ ആ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നയിച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ആ ഒരു ഫാമിലിക്ക് അത്യാവശ്യം പൈസയും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരത് ചെയ്യോ?
അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത് വലിയൊരു ഭാഗ്യാണ് അല്ലെ? ആ ഭാഗ്യത്തോടൊപ്പം നമുക്ക് അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉള്ളതും അല്ലെങ്കിൽ മറ്റുള്ള ഒരാള് വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യണത് കൊണ്ടായിരിക്കാം, നമ്മുടെ ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ടായിരിക്കാം അല്ലെ? അപ്പൊ ഈശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്താണെന്നറിയോ, ഈ കൺസെപ്റ്റിൽ വന്നിട്ട് പലരും പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് അല്ലെ? കടബാധ്യത തീർത്തിട്ടുണ്ട്, സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവര് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പണത്തിന്റെ പേരിൽ ഇല്ലാണ്ട് ജീവിക്കുന്ന എത്രങ്ങാനും ആളുകളുണ്ട് അല്ലെ? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പണം വലുത് തന്നെയാണ്. മനസ്സിലാവുണ്ടോ? സ്നേഹം കൊണ്ടൊന്നും ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. സ്നേഹം മാത്രമേ നടക്കുള്ളൂ പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ പണം ഉള്ളത് കൊണ്ടും എല്ലാം ആയി എന്ന് ഞാൻ പറയണില്ല. മനസ്സിലാവുണ്ടോ? എല്ലാവരും മനസ്സിലാക്കി എടുക്കാനും സ്നേഹബന്ധത്തോടു കൂടി ജീവിക്കാനും ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുനടക്കാനും എല്ലാത്തിനും നമുക്ക് കരുണയും സ്നേഹവും എല്ലാം വേണം. പക്ഷെ അതിനോടൊപ്പം എന്തും കൂടെ വേണം, പണം കൂടി വേണം. മനസ്സിലാവുണ്ടോ? നോക്കാറുണ്ടെന്നറിയോ, ഇങ്ങനെ ആവും അല്ലെ? ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ. ഇപ്പൊ ഉള്ള ഒരു ചെറുപ്പം എന്ന് പറയുന്നത് പിന്നെ കിട്ടുമോ? കിട്ടില്ല അല്ലെ? ചെറുപ്പക്കാരുണ്ട്, ഏജ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്. ഞാൻ ഒരു വയസ്സായ ഒരു അച്ഛന്റെ, ഒരു പ്രൊഫസറിന്റെ വീഡിയോ കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ നല്ല രീതിക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ എന്നുള്ളത്. ഒരു സ്പീച്ചാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. കുടുംബത്തോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്ന രീതിയോടും എല്ലാത്തിനോടും നല്ല രീതിക്ക് ചെയ്ത് കൊണ്ടുപോകണം. ഞാൻ ഫിജി കാട്ടിനെ ആലോചിച്ചപ്പോ എനിക്ക് പ്രൗഡ് തോന്നി. അതായത് എനിക്ക് വളരെ എന്താ പറയുക, ഒരുപാട് ഫാമിലി ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സ്നേഹബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആസ്വദിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഏജ് കുറച്ചും കൂടി കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇതിലുള്ള ഓരോ ആളുകളും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഹെൽത്ത് നോക്കാൻ തുടങ്ങി, പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങി അല്ലെ? അതായത് സ്വപ്നം കാണുന്നതിനോടൊപ്പം നമ്മുടെ ആരോഗ്യം, കുടുംബത്തിന്റെ കാര്യം, എല്ലാ കാര്യങ്ങളും കൂടി പോകുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യം, നല്ല മനസ്സും എല്ലാം കൊണ്ടും അല്ലെ, ഫിനാൻഷ്യലി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. ഒരുപാടൊന്നും വേണ്ട. ബാധ്യതകൾ തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയിൽ ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. മനസ്സിലാവുണ്ടോ? ആരോഗ്യം പ്ലസ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോവുക, അതാണ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്, ദൈവം തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ലൈഫ് ഒന്നേ ഉള്ളൂ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ കാട്ടിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പല കാര്യം ചെയ്യാൻ പറ്റും. സ്വപ്നം കാണുക കേട്ടോ, സ്വപ്നം മുന്നോട്ട് പോവുക. പല പ്രശ്നങ്ങളും ചിന്തിച്ചിട്ട് എനിക്ക് ആ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് സമയം ഒരിക്കലും നമുക്ക് വേണ്ടി നിൽക്കില്ല. മനസ്സിലാവുണ്ടോ? സമയം എന്ന് പറയണത് വളരെ വിലപ്പെട്ടതാണ് ലൈഫില്. ഓരോ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിൽ, അവരുടെ ലൈഫിന്റെ ടൈമിന്റെ ഉള്ള സമയത്ത് ഞാൻ ചിന്തിച്ചിട്ട് ലൈഫ് തീരാനായി കാര്യങ്ങൾ ചിന്തിക്കണം എന്നുള്ളത്. സ്വയം അവനവന്റെ ഹെൽത്ത് നോക്കുക, അവരവരുടെ ഫാമിലിയുടെ ഹെൽത്ത് നോക്കുക. മനസ്സിലാവുണ്ടോ? അതായത് സ്വന്തമായി നമ്മളെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ വരുമാനം ഉണ്ടാക്കാൻ നല്ലൊരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ അച്ഛനും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ബോബി സാറുടെ കയ്യിൽ നിന്ന് ആ ഒരു മൊമെന്റോ വാങ്ങുന്നത് സ്വപ്നം കാണുക. ഓക്കെ, ടീമിലുള്ള അംഗങ്ങൾക്ക് അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇത്രയും നല്ലൊരു